സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മളിന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 2 സബ്ജക്റ്റായ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഞാൻ കരുതി നമ്മൾക്ക് ഓൾറെഡി കുറേ നോട്ട്സിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് വെച്ചു. ഒരു 2-3 കൊല്ലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഏതൊക്കെ പോർഷനിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നൊരു ഐഡിയ ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കപ്പോൾ ആദ്യം തന്നെ 50 മാർക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ എസെൻഷ്യൽസ് ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് കൊയീഷൻ. അപ്പോൾ ഈ കൊയീഷൻ്റെ ലീഗൽ റൂൾസും അതുപോലെ തന്നെ അതിൻ്റെ എസെൻഷ്യൽസ് എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ 2011 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മൊഡ്യൂൾ 1 നിന്നാണ്. മൊഡ്യൂൾ 1 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫ്രീ കൺസെൻറ്റ് ആ ഒരു ചാപ്റ്ററിലാണ് ഈ പറയുന്ന കൊയീഷൻ എന്ന ടേം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള കണ്ടൻറ്റ് വളരെ കുറവാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഈ വാലിഡ് കൊയീഷൻ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്താം, ഈ ടേം എവിടെ നിന്നാണ് വന്നത്, നമ്മുടെ കോൺട്രാക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെങ്കിൽ അതിന് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഫോളോ ചെയ്യണമല്ലോ. അപ്പോൾ അതിലൊരു ഫീച്ചറാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഫ്രീ കൺസെൻറ്റ്? ആ ഒരു കോൺട്രാക്റ്റിലേക്ക് വരുന്ന പാർട്ടീസ്, 2 or more പാർട്ടീസോ ആരായിക്കോട്ടെ, 2 അതിൽ കൂടുതൽ പാർട്ടീസോ അവർ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് വരുമ്പോൾ അവർ ആ ഒരു കോൺട്രാക്റ്റിലെ കാര്യം എഗ്രി ചെയ്യേണ്ടത്, അവരുടെ കൺസെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് സെയിം സെൻസിലും സെയിം തിങ്ങും ആയിരിക്കണം. അവർ മനസ്സിലാക്കിയ കാര്യവും അവർ സമ്മതിക്കുന്ന കാര്യം ഒരേപോലെ വേണം 2 കൂട്ടരും മനസ്സിലാക്കാൻ വേണ്ടി. അതിനാണ് ഫ്രീ കൺസെൻറ്റ്. ഒരാളുടെ നിർബന്ധ പ്രകാരമോ ആരും ത്രട്ടൻ ചെയ്തിട്ടോ ഒന്നുമല്ല, അതുപോലെ തന്നെ തെറ്റിദ്ധാരണയിലും അല്ല അവർ ആ ഒരു കൺസെൻറ്റ് തരുന്നത്. എല്ലാം മനസ്സിലാക്കിയിട്ടാണ് കൺസെൻറ്റ് തരുന്നത്. അതിനാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രീ കൺസെൻറ്റ് അല്ലാണ്ട് വരുന്ന കേസുകളാണ് നമ്മൾ ഈ കൊയീഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഫ്രീ കൺസെൻറ്റ് അല്ലാണ്ടേ മാറുമ്പോൾ, അല്ലെങ്കിൽ അത് ഫ്രീ കൺസെൻറ്റ് അല്ലാണ്ട് ഏതെങ്കിലും പാർട്ടീനെ ത്രട്ടൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പല ഡിവിഷൻസാണ് കൊയീഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് കൊയീഷൻ ചെയ്താൽ, എന്താണ് കൊയീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊയീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്, എന്താണ് IPC ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഫോർബിഡൻ ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരാളെ നിർബന്ധിച്ച് ത്രട്ടൻ ചെയ്ത് ചെയ്യിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൊയീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്നാമത് IPC ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ചെയ്യുക, ആ ഒരു ആക്ട് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ആ ഒരു കാര്യം വേറെ വ്യക്തിയെ കൊണ്ട് നിർബന്ധിച്ച് ത്രട്ടൻ ചെയ്ത് ചെയ്യിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മൾ ഒരു പാർട്ടീനെ ഒരു എഗ്രിമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് നിർബന്ധിക്കുകയാണ്. ലൈക്ക് നമ്മൾ പറയാണ്, നിൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ കൈവച്ചിട്ടുണ്ട്, ഇത് നിനക്ക് തിരിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. ലൈക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടിയൊക്കെ കയ്യിൽ ഒതുക്കി വെച്ചിട്ട് നമ്മൾ മറ്റൊരു പാർട്ടിയെ പേടിപ്പിച്ച് ആ ഒരു കോൺട്രാക്റ്റിലേക്ക് കയറ്റുകയാണെങ്കിൽ അതും എന്താണ്, കൊയീഷൻ തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊയീഷനിൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു പാർട്ടി ഈ ഒരു കൊയീഷൻ രീതിയിലാണ്, ലൈക്ക് ത്രട്ടൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു കോൺട്രാക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം ലോ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു കോൺട്രാക്റ്റിനെ വോയിഡബിൾ കോൺട്രാക്റ്റ് ആയിട്ട് മാറ്റും. എന്താ പറഞ്ഞു മനസ്സിലായോ? എന്താണ്, ഒരു പാർട്ടീനെ നമ്മൾ ഒരു എഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ കൊണ്ടുവരുമ്പോൾ ആ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് കൊയീഷൻ, അങ്ങനെ ത്രട്ടൻ ചെയ്തിട്ട് നമ്മുടെ IPCയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആ ഒരു വ്യക്തിനെ ആ ഒരു കോൺട്രാക്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് വോയിഡബിളായിട്ട് മാറുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കാശോ കാര്യങ്ങളോ അവരുടെ അടുത്തുനിന്ന് അങ്ങനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്രയാണ് കൊയീഷനെ പറ്റി എഴുതി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ് ഫ്രീ കൺസെൻറ്റ്. നമ്മുടെ എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഒരു വാലിഡ് എഗ്രിമെൻറ്റായി മാറുകയോ അല്ലെങ്കിൽ വാലിഡ് കോൺട്രാക്റ്റായിട്ട് മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ അത് ഫോളോ ചെയ്യേണ്ട ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് ഫ്രീ കൺസെൻറ്റ് എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് ഫ്രീ കൺസെൻറ്റ് അല്ലാണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസ് ഏതൊക്കെ ഉണ്ടെന്ന് 5 ടൈപ്പ് ഉണ്ട്. ആ 5 ടൈപ്പ് എഴുതാം. എന്നിട്ട് കൊയീഷൻ എന്താണെന്ന് എഴുതാം. അതുപോലെ തന്നെ ഈ കൊയീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, കോൺട്രാക്റ്റ് വോയിഡബിളായി പോകും. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം റീഫണ്ട് ചെയ്യേണ്ടിയും വരും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ,
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾസ്. അപ്പോൾ എന്താണ് ബെയിൽമെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് പ്ലെഡ്ജ്, ഇതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ആൻസർ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ എന്താണ് ബെയിൽമെൻറ്റ്? ബെയിൽമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്തിട്ട് അവിടെ ഒരാൾ മറ്റൊരാൾക്ക് ഒരു ഗുഡ്സ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ, അല്ലാണ്ട് അതിൻ്റെ ഓണർഷിപ്പ് കൈമാറുന്നില്ല. ബെയിൽമെൻറ്റിൽ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു ഗുഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ആ ഗുഡ്സ് ഇത്ര നാൾ, ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അത്രയും നാൾ വരെ അദ്ദേഹത്തിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ എന്ത് കൊടുത്തിട്ടുള്ളൂ, ഗുഡ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അല്ലാണ്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല, അതിൻ്റെ ഓണർഷിപ്പ് കൊടുത്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു 10 ദിവസത്തേക്ക് വണ്ടി വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വണ്ടി ആ കൊടുത്ത ആൾക്ക് എന്താണ് യൂസ് ചെയ്യാം, എത്ര വേണമെങ്കിലും ഓടിക്കാം. പക്ഷേ അതിൻ്റെ ഓണർഷിപ്പ് ഇപ്പോഴും ആ ഒരു ഓണറിൻ്റെ കയ്യിൽ തന്നെയാണ്, അത് ആ വ്യക്തിക്ക് കൊടുത്തിട്ടില്ല. അതാണ് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 പാർട്ടീസ് ഉണ്ട്, ബെയിലറും അതുപോലെ തന്നെ ബെയിലി. അപ്പോൾ ആരാണ് ബെയിലർ? ബെയിലർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഇതിൻ്റെ ഓണറിനെയാണ് ബെയിലർ എന്നും, ബെയിലി എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വന്ന ആളാണ് ബെയിലി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതാണ് ബെയിൽമെൻറ്റിൽ. ഈ നെക്സ്റ്റാണ് പ്ലെഡ്ജ്. പ്ലെഡ്ജ് വെച്ചിത്രേ ഉള്ളൂ, നമ്മൾ ബാങ്കിലൊക്കെ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും കൊളാട്രൽ വെക്കില്ലേ, നമ്മൾ വീടിൻ്റെ ആധാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥലത്തിൻ്റെ ആധാരമോ കൊണ്ട് വെക്കില്ലേ, അതിനാണ് പ്ലെഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതും നമ്മുടെ ബെയിൽമെൻറ്റ് പോലെ തന്നെയാണ്. ഇവിടെ എന്ത് സംഭവം, നമ്മൾ എന്തെങ്കിലും ഒരു കാശ് കടം മേടിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു പ്രോമിസ്, തിരിച്ച് തന്നോളാം എന്നൊരു പ്രോമിസായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് ഈ പ്ലെഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ബെയിലറിനെ പോലെ തന്നെ പ്ലെഡ്ജ് എന്ന സംഭവത്തിൽ ഇവിടെ പ്ലെഡ്ജറാണ് ഇവിടെ ഓണർ, അതുപോലെ തന്നെ പ്ലെഡ്ജിയാണ് ഇവിടുത്തെ ബയ്യർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബയ്യർ അല്ല, നമ്മൾ ആരാണോ അവിടെ കടം മേടിച്ചിട്ടുള്ളത്, എന്തെങ്കിലും നമ്മൾ മേടിച്ചിട്ടുള്ളത് അയാളെ പ്ലെഡ്ജി എന്നും പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഒരു 5 lakh ലോൺ മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പ്ലെഡ്ജായിട്ട് നമ്മുടെ വീടിൻ്റെ ആധാരമോ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഡോക്യുമെൻറ്റ് നമ്മളവിടെ കൊടുക്കും. അതെന്നൊരു പ്രോമിസ് പോലെയാണ്, നമ്മൾ തിരിച്ച് തന്നോളാം. തന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യാം, ആ സംഭവം ആ ഒരു ബാങ്കിന് സ്വന്തമായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ആ ഒരു പ്രോമിസാണ് പ്ലെഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സിമിലാരിറ്റീസും അതുപോലെ തന്നെ ഡിസിമിലാരിറ്റീസാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടാണ് നമ്മൾ ഇനി എന്ത് പോകുന്നത്, അതിൻ്റെ സിമിലാരിറ്റീസിലേക്കും ഡിസിമിലാരിറ്റീസിലേക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ സിമിലാരിറ്റീസ് വെക്കാം. എന്താണ് സിമിലാരിറ്റീസ്? ഈ പറയുന്ന ബെയിൽമെൻറ്റിലായിക്കോട്ടെ പ്ലെഡ്ജിലായിക്കോട്ടെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഗുഡ്സ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല. പകരം എന്ത് മാത്രം ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അവിടെ ഗുഡ്സ് ട്രാൻസ്ഫർ ആവുന്നുണ്ട് അല്ലേ. ഇവിടെ നമ്മുടെ ബെയിൽമെൻറ്റ് കേസിലാണെങ്കിൽ ലൈക്ക് ഒരു കാറോ എന്തും കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്ലെഡ്ജിൻ്റെ കേസിൽ നമ്മൾ എമൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു ഗുഡ്സ് അവിടെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. രണ്ടാമത്തത് അവിടെ പൊസിഷൻ ട്രാൻസ്ഫർ ആവുന്നില്ല. നമ്മളിവിടെ കാർ കൊടുത്താലും അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നില്ല. അവിടെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ആധാരം കൊണ്ട് ബാങ്കിൽ വെച്ചാലും അത് നമ്മുടെ പേരിൽ തന്നെ ഇരിക്കുന്ന കാര്യമാണ്, ബാങ്കിൻ്റെ ആവുന്നില്ല. അപ്പോൾ അവിടെ പൊസിഷൻ ഒന്നും തന്നെ ട്രാൻസ്ഫർ ആവുന്നില്ല. പിന്നെ ഈ ഒരു കോൺട്രാക്റ്റിൽ ബെയിൽമെൻറ്റ് ആയിക്കോട്ടെ പ്ലെഡ്ജ് ആയിക്കോട്ടെ ഇതിൽ ഏർപ്പെടാമെന്നുണ്ടെങ്കിൽ 2 പാർട്ടീസിൻ്റെയും കൺസെൻറ്റ് ആവശ്യമാണ്. ബോത്ത് പാർട്ടീസും അവിടെ ബെയിൽമെൻറ്റിലാണെങ്കിലും അതുപോലെ തന്നെ പ്ലെഡ്ജിലാണെങ്കിലും 2 പാർട്ടീസും സമ്മതിച്ചാൽ മാത്രമാണ് ഈ കോൺട്രാക്റ്റ് മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലാണ്ട് ആരും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല. പിന്നെ ബോത്ത് ആ ടെമ്പററി എഗ്രിമെൻറ്റ് അല്ലേ, പ്ലെഡ്ജ് ആയാലും ബെയിൽമെൻ്റ് ആയാലും ടെമ്പററി എഗ്രിമെൻ്റ് ആണ്. പ്ലെഡ്ജിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ എപ്പോഴാണോ ലോൺ അടച്ചു തീർക്കുന്നത് ആ സമയത്ത് നമുക്ക് ആ ആദായം തിരിച്ചു കിട്ടും, അത്രേ ഉള്ളൂ, ടെമ്പററി ആണ്, അത് പെർമനൻ്റ് അല്ല. അതുപോലെ തന്നെ ബെയിൽമെൻ്റ് ആണെങ്കിൽ എന്താണ്, നമ്മുടെ ആ ഒരു വാടക ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പ്രോപ്പർട്ടി കൊണ്ട് കൊടുക്കണം, അതുകൊണ്ട് തന്നെ ടെമ്പററി ആണ്. ഇത്രയാണ് നമ്മുടെ സിമിലാരിറ്റീസ്. എന്തൊക്കെയാണ് അപ്പോൾ? ഒന്നാമത്തത് ഗുഡ്സ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, പൊസഷൻ ട്രാൻസ്ഫർ ആവുന്നില്ല, 2 പാർട്ടീസിന് കൺസെൻറ്റ് ആവശ്യമുണ്ട്. പിന്നെ ഈ പറയുന്ന എല്ലാ എഗ്രിമെൻറ്റ്സ് എന്താണ്, ടെമ്പററി എഗ്രിമെൻറ്റ്സ് ആണ്. ഇത്രയും കാര്യം ചെയ്താൽ ഇനി അടുത്താണ് അതിൻ്റെ ഡിഫറൻസസ്. എന്തൊക്കെയാണ് ഇതിനുള്ള ഡിസിമിലാരിറ്റീസ് നോക്കാം. ഒന്നാമത്തെയാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത് ഏത് പർപ്പസിന് വേണമെങ്കിലും ഫോം ചെയ്യാം. നമുക്ക് ബെയിൽമെൻറ്റ് ഫോം ചെയ്യുമ്പോൾ ആ ഒരു സാധനം ഒരു ഗുഡ്സ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, ഇന്നതിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒരു സ്പെസിഫിക് പർപ്പസ് മാത്രം പാടുള്ളൂ എന്നില്ല. പക്ഷേ പ്ലെഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം ഫോം ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് പ്ലെഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഡെറ്റ് നമുക്ക് ഒരു കടം മേടിച്ചു, ആ കടത്തിന് സെക്യൂരിറ്റി ആയിട്ട് ആ സാധനം ബാങ്കിന് ഏൽപ്പിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വേറെ ഒന്നിനും നമുക്ക് ബാങ്കിനത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് പർപ്പസിൽ ഒന്നാമത്തെ ഡിസിമിലാരിറ്റി. രണ്ടാമത്തെയാണ്
ഇവിടെ നമ്മുടെ ബെയിലിക്ക് ആ സാധനം വിൽക്കാനുള്ള റൈറ്റ് ഇല്ല. നമ്മളിപ്പോൾ വാടകയ്ക്ക് ഒരു കാറ് മേടിച്ചാൽ ആ കാറ് കൊണ്ട് വിൽക്കാനുള്ള റൈറ്റ് നമുക്കുണ്ടോ? ഇല്ല. അത് നമുക്ക് ഓടിച്ച് കാശുണ്ടാക്കി തിരിച്ച് കൊണ്ട് കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ പ്ലെഡ്ജിൻ്റെ കേസിലാണെങ്കിൽ ബാങ്കിന് നമ്മൾ ആ ഒരു കൊളാറ്ററായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ലോൺ അടച്ചില്ലെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം? അത് വേണമെങ്കിൽ വിറ്റ് കാശ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബെയിലറിൻ്റെ കേസിലാണെങ്കിൽ ലൈക്ക് ബെയിൽമെൻ്റെ കേസിലാണെങ്കിൽ ബെയിലിക്ക് വേണമെങ്കിൽ അത് വിൽക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ്, നമ്മുടെ ഇവിടെ പ്ലെഡ്ജിൻ്റെ കേസിലാണെങ്കിൽ പ്ലെഡ്ജിക്ക് വേണമെങ്കിൽ അത് വിൽക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ഡിഫറൻസ് ആണ്, നമ്മുടെ ബെയിൽമെൻറ്റിലാണെങ്കിൽ ബെയിലിക്ക് എന്ത് ചെയ്യാം? ആ ഗുഡ്സ് യൂസ് ചെയ്യാം അല്ലേ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. പക്ഷേ ഈ പ്ലെഡ്ജിൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു സംഭവം യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പാടില്ല. ബാങ്ക് ആ ഒരു സാധനം ഇപ്പോൾ സ്വർണ്ണോ അല്ലെങ്കിൽ ആധാരം എന്തായിക്കോട്ടെ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ റൈറ്റ് അവർക്കില്ല. അവരത് സൂക്ഷിച്ച് ചെയ്ത് ലോക്കറിൽ വയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആദ്യം എന്താണ് ബെയിൽമെൻറ്റിന് എഴുതുക, എന്താണ് പ്ലെഡ്ജ് എഴുതുക, രണ്ടിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ആ എക്സാമ്പിൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സിമിലാരിറ്റീസ് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഡിസിമിലാരിറ്റീസ് എഴുതുക. ഓക്കെ.